ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി. സർ, ഞാൻ അഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്തതായ എല്ലാ അംഗങ്ങളോടുമുള്ള നന്ദി പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ വെക്കുകയും അതുപോലെ വിമർശനാത്മകമായി സംസാരിക്കുകയും നല്ല പദ്ധതികളെ പരിപാടികളെ നല്ല രീതിയിൽ പിന്തുണയ്ക്കുകയും ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി ഈ സന്ദർഭത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. സർ, ഒരു ചെറിയ കണക്ക് നിങ്ങളുമായി സഭയുടെ മുമ്പിൽ വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. സർ, വിവിധ ലാബുകളിൽ പച്ചക്കറികൾ പരിശോധിച്ചതായ ഒരു ഫലം ഈ കഴിഞ്ഞ വർഷം വിവിധ ഇടങ്ങളിൽ, അതിൽ വെള്ളാനിക്കര, കുമരകം, പടന്നക്കാട് തുടങ്ങിയ സർക്കാരിൻ്റെ കോളേജുകളുടെ ലാബുകളിൽ 1268 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ പച്ചക്കറിയുടെ സാമ്പിളുകളാണ് സർ. അതിൽ 51 സാമ്പിളുകളിൽ കീടനാശിനിയുടെ അംശം അതിനെ നിഷ്കർഷിച്ചിട്ടുള്ളതായിരിക്കുന്ന അളവിനേക്കാൾ വളരെ കൂടുതലായി കണ്ടെത്തുകയുണ്ടായി. സർ, ഇത് ഒരു വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു സാഹചര്യം സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇത് പറഞ്ഞത്. സർ, നമ്മളെല്ലാവരും കൃഷിയിലേക്ക് വന്നാലല്ലാതെ ഈ നിലനിൽക്കുന്നതായ ജീവിത ശൈലി രോഗങ്ങളെയും ആരോഗ്യപരമായ പ്രശ്നത്തെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളത് മാത്രമല്ല, കാർഷിക മേഖലയിൽ നിന്ന് യുവത്വം പോയി, കാർഷിക മേഖലയിൽ നിന്ന് പെസ്റ്റിസൈഡ്സും കീടനാശിനികളും ക്രമാതീതമായി വന്നു, ആരോഗ്യപരമായ പ്രശ്നത്തിലേക്ക് നമ്മൾ പോയി, വളരെ ഗൗരവതരമായിട്ടുള്ള പ്രശ്നത്തെ നമ്മൾ നേരിടുകയാണ് സർ. സർ, ആ പശ്ചാത്തലത്തിലാണ് കൃഷി വകുപ്പ് അതിപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുത്തു. ഇവിടെ നേരത്തെ സംസാര മധ്യേ പലരും സൂചിപ്പിച്ചു. സർ, കേരളത്തിലെ തരിശ് നിലങ്ങൾ മുഴുവൻ മാപ്പ് ചെയ്യാനുള്ള തീരുമാനം കൃഷി വകുപ്പ് എടുത്തു. അതിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹായം കൂടെ തേടുകയാണ് സർ. അതിൽ ആവശ്യമുള്ളതായിരിക്കുന്ന കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സമഗ്ര പദ്ധതി ഇതിനു വേണ്ടി ആവിഷ്കരിക്കാനിരിക്കുകയാണ്. അതോടൊപ്പം കേരളത്തിലെ സ്കൂളുകളിൽ ഇന്ന് കാർഷിക മേഖല നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കാർഷിക മേഖലയിൽ നിന്ന് യുവത്വം അന്യം നിന്നുപോയി എന്നുള്ളതാണ്. വളരെ ചെറിയ ഒരു സെഗ്മെന്റ് മാത്രം, മോഡലായിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാരുണ്ട്, പക്ഷേ കൂടുതൽ ചെറുപ്പക്കാരും പോയി. ആ പോയതിനെ വിളക്കി ചേർക്കാനുള്ള ഒരു വലിയ ഉദ്യമമാണ് സർ കതിർ പദ്ധതി. കതിർ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും കതിർ ക്ലബ്ബുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. കതിർ എന്നുള്ളതിന് ഒരു ഫുൾ ഫോം ഉണ്ട്. കതിർ കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹെറിറ്റേജ് ആൻഡ് ഇന്നോവേഷൻ ഫോർ റൂറൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്നാണ് കതിരിൻ്റെ ഫുൾ ഫോം. ആ കതിർ പദ്ധതി എല്ലാ സ്കൂളുകളിലും ആരംഭിക്കുക. കൃഷിസ്ഥലമുള്ള സ്കൂളുകളിൽ, കൃഷിസ്ഥലം ഇല്ലാത്തതായ സ്കൂളുകളിൽ അതിന് ബാക്കപ്പ് കമ്മിറ്റി, അതിന് എല്ലാ സ്കൂളുകളിലും ഒരു നോഡൽ ടീച്ചർ. പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു സർ. ഈ പദ്ധതിയുടെ കൺസെപ്റ്റ് നോട്ടുണ്ടാക്കി അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അത് അദ്ദേഹം പിറ്റേ ദിവസം തന്നെ ചർച്ച ചെയ്ത് അത് അംഗീകരിച്ച് ഞങ്ങളുടെ 2 ഡിപ്പാർട്ട്മെന്റും ഇന്നലെ ഒന്നിച്ചു ചേർന്നു. അത് മാത്രമല്ല, ഈ കുട്ടികൾക്കുള്ളതായ ട്രെയിനിങ് പ്രോഗ്രാം, അവർക്കുള്ള ഫീഡിംഗ് മണി, അവർക്കുള്ളതായിരിക്കുന്ന വിത്ത്, വളം ഉൾപ്പെടെ എല്ലാ സംവിധാനത്തോടു കൂടിയിട്ടുള്ള ഒരു മൂവ്മെന്റാണ്. അതിൽ വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക് ഉൾപ്പെടെ നൽകാൻ ആവശ്യമായ ഒരു വലിയ ബൃഹത് പദ്ധതിയാണ് വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്നുകൊണ്ട് കൃഷി വകുപ്പ് ഈ കാര്യത്തിൽ ആവിഷ്കരിക്കുന്നത് സർ. സർ, ഒരു ഘട്ടം കഴിയുമ്പോൾ സ്കൂളുകളിലെ ഈ പദ്ധതി അതിന് നമുക്ക് കാർബൺ ക്രെഡിറ്റുമായി കണക്ട് ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേകമായിട്ടുള്ള മാർക്കറ്റിംഗ് സംവിധാനത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റും. അവർക്ക് കൃഷിയിലേക്കുള്ള ഒരു ടേസ്റ്റിനെ റീകണക്ട് ചെയ്യാനുള്ള ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമാണിത്. അതിലൂടെ ബ്രിഡ്ജ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് സർ. സർ, അതോടൊപ്പം ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ നേരെ റെസിഡൻസ് അസോസിയേഷനിലേക്ക് വരും, അതോടൊപ്പം കുടുംബശ്രീയിലേക്ക് വരും. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാമിങ്ങും ഹോം സ്റ്റേ ഫാമിങ്ങും കൂടുതൽ കാര്യക്ഷമമാക്കും. കേരളത്തിലെ കോർപ്പറേറ്റുകളും വ്യവസായ സ്ഥാപനങ്ങളെയും ഇതിലേക്ക് ബ്രിഡ്ജ് ചെയ്യും. കേരളത്തിലെ ഭക്ഷ്യ മേഖലയിലെ അതീവ ഗുരുതരമായ സാഹചര്യത്തെ അഡ്രസ് ചെയ്യാനുള്ള ഒരു വലിയ മെക്കാനിസമായി കതിർ പദ്ധതി വിഭാവനം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് സർ. സർ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു കാര്യം കൂടെ നേരത്തെ കൃഷി സഖിയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. വനിതാ കർഷക വർഷം UN പ്രഖ്യാപിച്ചതാണ്. ഐക്യരാഷ്ട്ര സംഘടന 2026 വനിതാ കർഷക വർഷമായി പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ കൃഷി വകുപ്പ് UDF സർക്കാർ
5 വർഷം നീണ്ടു നിൽക്കുന്ന വനിതാ കർഷക പദ്ധതി പ്രഖ്യാപിച്ചു. ആ പദ്ധതിയാണ് കൃഷി സഖി. അത് ഈ വർഷം മുതൽ ആരംഭിച്ചു. അതിനുള്ളതായിരിക്കുന്ന എല്ലാ നടപടികളുമായി ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോവാണ് സാർ. സാർ, മണ്ണാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. സാർ, സോയിൽ ടെസ്റ്റ് സാർവത്രികമായി എല്ലാ കർഷകന്റെ ഭൂമിയും പരിശോധിക്കാനുള്ള, ഡിജിറ്റലായി പരിശോധിക്കാനുള്ള സോയിൽ ടെസ്റ്റിംഗ് സംവിധാനത്തിലേക്ക് നമ്മൾ വരികയാണ്. അതിന്റെ ഭാഗമായി എല്ലാ ലാബുകളെയും ഡിജിറ്റലി കണക്ട് ചെയ്യാനുള്ള സംവിധാനത്തിലേക്ക് പോകുന്നു. ടോട്ടൽ ടെസ്റ്റ് നടത്തിയതിന് ശേഷം അവിടെ സൈലന്റായി നിൽക്കുകയല്ല. സർ, നമുക്ക് ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട്, നമുക്ക് ഓരോ സന്ദർഭത്തിലും ഡ്രൗട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവിടെ വലിയ ഫെർട്ടിലിറ്റി ലോസ് ഉണ്ടാകുന്നുണ്ട്. ആ ഫെർട്ടിലിറ്റി ലോസിനെ മുഴുവൻ റീകൂപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു വലിയ സീരിയസ് ആയിട്ടുള്ള മെക്കാനിസം കൃഷി വകുപ്പ് ആലോചിച്ച് നടപ്പിലാക്കുകയാണ്. അതോടുകൂടി മാത്രമേ കർഷകന് അവൻ ആഗ്രഹിക്കുന്ന വിള കൃത്യമായ രീതിയിൽ കിട്ടുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളും കടക്കുന്നു. സാർ, ഞാൻ ഈ സഭയുടെ ശ്രദ്ധയെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കൂടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. സാർ, കഴിഞ്ഞ ദിവസം കൃഷി വകുപ്പ് ഒരു പ്രത്യേകമായിട്ടുള്ള യോഗം ഞങ്ങൾ ചേർന്നിരുന്നു. ആ യോഗത്തിൽ വെച്ചുകൊണ്ട് പ്രധാനമായും ചർച്ച ചെയ്തത് എല്ലിനോയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാർഷിക മേഖലയിലെ എഫക്റ്റിനെ കുറിച്ചാണ്. സാർ, പസഫിക് സമുദ്രത്തിലെ ഉപരിതലം അസാധാരണമായി മാറിക്കൊണ്ടിരിക്കുക, ചൂട് പിടിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഭാസം കാർഷിക മേഖലയെയും നമ്മുടെ കാലാവസ്ഥയെയും വളരെ പ്രതികൂലമായി ബാധിക്കുന്നു. സാർ, ഇപ്പോൾ ഞാറ്റുവേല, തിരുവാതിര ഞാറ്റുവേല നടക്കുകയാണ്. ആ ഞാറ്റുവേല നടക്കുമ്പോൾ നമ്മൾ പകൽ നല്ല ചൂടോട് കൂടിയിട്ടുള്ള അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. രാത്രിയും സമാനമായ അന്തരീക്ഷമാണ്. 20% മുതൽ 42% വരെ റെയിൻഫോൾ ഡ്രോപ്പ് ഉണ്ടായിരിക്കുക. ഇത് നമ്മുടെ എല്ലാ കാർഷിക മേഖലയെയും വളരെ ഗൗരവതരമായി ബാധിക്കുന്ന സാഹചര്യം വന്നിരിക്കുക. ഇത് അഡ്രസ് ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റിനോട് പ്രത്യേക സാമ്പത്തികമായ സൗകര്യം ലഭ്യമാക്കണം എന്നുള്ള നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള താല്പര്യമെടുക്കാം എന്നുള്ളത് പറഞ്ഞതും ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കുന്നു. സാർ, എല്ലിനോയുടെ കൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ ഉൾപ്പെടെ മാഡം ജൂലിയൻ ഓസിലേഷൻ ഉൾപ്പെടെയുള്ള വലിയ വലിയ പ്രതിഭാസങ്ങൾ മുഴുവൻ നമ്മുടെ അന്തരീക്ഷത്തിന്റെ ഘടനയെ, കാലാവസ്ഥയെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ 14 ജില്ലകളിലെ കാർഷിക മേഖലയെയും എല്ലിനോയും ഈ എഫക്റ്റുകൾ മുഴുവൻ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ സഭയെ അറിയിക്കുന്നു. അതിനനുസരിച്ചതായിരിക്കുന്ന മുൻകരുതൽ നടപടികളിലേക്ക് കേരളത്തിലെ കാർഷിക മേഖല മുന്നോട്ട് പോവുകയാണ്. സാർ, ആ മുന്നോട്ട് പോകുമ്പോഴും അതിന് സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ തരണം ചെയ്യാൻ ആവശ്യമായ എല്ലാ പിൻബലവും ധനകാര്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ളതും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സാർ, ഞാൻ ദീർഘമായ സംസാരത്തിലേക്കൊന്നും തന്നെ കടന്നു പോകുന്നില്ല. സാർ, വിവിധങ്ങളായ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ട്രോപ്പിക്കൽ റീജിയൻസിൽ ഇപ്പോ ഭൂപരിഷ്കരണ പരിപാടി പദ്ധതിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും ബഡ്ജറ്റിൽ മുഖ്യമന്ത്രിയും ഇവിടെ സൂചിപ്പിച്ചു. സാർ, അതിന്റെ ഗുണഫലം ഏറ്റവും കൂടുതൽ വരാവുന്ന ഒരു മേഖല കാർഷിക മേഖലയാണ്. സാർ, ട്രോപ്പിക്കൽ റീജിയൻസിൽ ഇടവേളയായി എക്സോട്ടിക് ഫ്രൂട്ട്സ് മുഴുവൻ കടന്നു വരികയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനുള്ള എല്ലാ സൗകര്യവും അതോടൊപ്പം തന്നെ കൃഷി വകുപ്പ് ആലോചിക്കുകയാണ്. വെയർഹൌസിംഗ് ഡിപ്പാർട്ട്മെന്റും ആലോചിക്കുക. കോൾഡ് ചെയിൻ ബ്ലോക്സും അനുബന്ധ സംവിധാനങ്ങളും എല്ലാം കൊണ്ടുവന്നുള്ള ഒരു ബൃഹത്തായിട്ടുള്ള നടപടികളിലേക്ക് ഡിപ്പാർട്ട്മെന്റ് കടക്കുന്നു. സാർ, ഞാൻ അവസാനിപ്പിക്കുന്നു. കർഷക കടാശ്വാസ കമ്മീഷൻ പോലെ അതുപോലെ നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ മുഴുവൻ വീണ് കിടക്കുകയാണ്. സാർ, ആ വീണ് കിടക്കുന്നതിനെ മുഴുവൻ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. കർഷകനെ മണ്ണിൽ 2 കാലിലും നിലനിർത്താനുള്ള കഠിനമായ പ്രയത്നത്തിന് നേതൃത്വം കൊടുക്കേണ്ടതുണ്ട്. MSPകൾ കൂടുതൽ കാര്യക്ഷമമാക്കി നിർത്തേണ്ടതുണ്ട്. അതിനാവശ്യമായ എല്ലാ തലത്തിലുള്ള നടപടികളിലേക്കും മുന്നോട്ട് പോകും. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നതിൻ്റെ കൂടെ അന്നം തരുന്ന കർഷകനെയും കൂടെ കൂട്ടിച്ചേർത്തേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന സമയമാണിത്. സർ, മണ്ണിന്റെ മണവും വിയർപ്പിന്റെ ഗന്ധവുമുള്ള കർഷകനെ ചേർത്ത് നിർത്തി കേരളത്തിലെ കൃഷി വകുപ്പും കേരളത്തിലെ സർക്കാരും മുന്നോട്ട് പോകും. ആ പ്രയാണത്തിൽ മുഴുവൻ നിയമസഭാംഗങ്ങളുടെയും എല്ലാവരുടെയും പിന്തുണയുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥന പാസാക്കി തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.